ഇതാണ് ദന്തപാല എന്ന ഔഷധം. നമ്മുടെ നാട്ടിൽ ഉയർന്ന പ്രദേശങ്ങളിൽ ധാരാളം കണ്ടുവരുന്ന ഒരു ചെടിയാണ്. എന്നാൽ അങ്ങനെ ഒട്ട് പറയാനും പറ്റില്ല, കാരണം ചില സ്ഥലങ്ങളിൽ ഇത് കൂട്ടം കൂട്ടമായിട്ട് വളരാറുണ്ട്. ദന്തപാല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കാരണം ഉണ്ടാകുന്ന സോറിയാസിസിൻ്റെ സ്കിൻ ഡിസീസുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ചില ആളുകളെങ്കിലും ഇത് തലയിലുണ്ടാകുന്ന താരനും അതുപോലെ തന്നെ മറ്റ് ചില ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത് പരസ്യമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതൊരു സ്റ്റിറോയിഡാണ്, ഒരു ഹെർബൽ സ്റ്റിറോയിഡാണ്. ഇതങ്ങനെ ഒന്നും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നമ്മുടെ സ്കിന്നിൽ, അത് സോറിയാസിസ് മുഖാന്തരം ഉണ്ടാകുന്ന ചിലതരം സ്കിൻ ഡിസീസുകൾക്കൊക്കെ എണ്ണ കാച്ചി തേക്കുക ഒക്കെ ചെയ്യാൻ പറ്റും. അതിനും അതിൻ്റേതായ പ്രോസസ്സുണ്ട്. പക്ഷേ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം, കുറച്ച് അധികം ആളുകൾ ഈ പറഞ്ഞതുമാതിരി താരനും ഒക്കെ ഈ ഒരു പച്ചമരുന്ന് ഉപയോഗിക്കുന്നതായി കണ്ടെത്തി. അത് തെറ്റാണ് എന്ന് പറയാനാണ് ഈ വീഡിയോ ചെയ്തത്. ഇതാണ് ദന്തപാല. കേരളത്തിൽ ധാരാളം കണ്ടുവരുന്ന ഒരു ചെടിയാണ്. ഒരു ഹെർബൽ സ്റ്റിറോയിഡാണ്. വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ ഇത്തരം മരുന്നുകളെ സമീപിക്കാവൂ. ഇല്ലാത്ത പക്ഷം ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ ഒരിക്കലും നിങ്ങൾക്ക് മാറ്റാൻ പറ്റണമെന്ന് ഇല്ല. പുതിയ അറിവുകൾക്കായി മൺവീട്ടിൽ ആയുർവേദിക്കിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഓരോ വീഡിയോയും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അറിവുകളാണ് പ്രദാനം ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ ദന്തപാലയെ പറ്റിയിട്ടായിരുന്നു. നന്ദി.